ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്നൊരു പട്ടുപാവാടയുടെ ബ്ലൗസാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ 5 ഇയർ തൊട്ട് 6 ഇയർ വരെയുള്ള ബേബികളിന് യൂസ് ചെയ്യാവുന്ന അളവിലാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഏതൊരാൾക്കും സ്വന്തമായിട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഇതിനകത്ത് എല്ലാ അളവുകളും പറയുന്നത്. അപ്പോൾ പട്ടുപാവാടയുടെ നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അളവെടുക്കേണ്ടത്, വണ്ണം എടുക്കേണ്ടത്, നീളം എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോ ഇതിൻ്റെ തൊട്ട് മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ്. സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോയാണ്. അപ്പോൾ കാണാത്തവരതൊന്ന് കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ബ്ലൗസ് എങ്ങനെയാണ് ഇത്രയും സ്റ്റൈലിഷായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നത് നോക്കാം. നമ്മൾ ഓരോ മീറ്റർ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലൈനിങ് ക്ലോത്തിലാണ് ആദ്യമേ കട്ട് ചെയ്ത് എടുക്കുന്നത്. നമ്മളുടെ ഈ ലൈനിങ് ക്ലോത്തിനെ നന്നായിട്ട് നിവർത്തി നല്ല നീറ്റായിട്ട് നമ്മളെടുത്ത് നമ്മുടെ ആവശ്യത്തിന് വിഡ്ത്തിൽ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളൊന്ന് അയൺ ചെയ്ത് ഇതുപോലെ നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ക്ലോത്തിനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് വേണ്ട ലെങ്ത് എത്രയാണോ നമുക്ക് വേണ്ട ലെങ്ത് തയ്ച്ച് കിട്ടുമ്പോൾ വേണ്ടത് 12.5 ഇഞ്ചാണ്. ആ 12.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു. നമ്മൾ തയ്യൽ തുമ്പിനെ എല്ലാം ആയിട്ട് നമ്മൾ ഒരു 1.5 ഇഞ്ച് കൂടെ കൂടുതൽ കൊടുത്ത് 14 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തേ. ഇനി നമുക്ക് ഷോൾഡറാണ്. നമുക്കൊരു ഷോൾഡർ ഒരു 5.5 ഇഞ്ച് മതിയേ. നമുക്കൊരു 5 തൊട്ട് 6 വയസ്സ് വരെയുള്ള കുഞ്ഞിനൊക്കെ ഒരു 5.5 ഇഞ്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ആം ഹോളും ആ ഒരു അളവ് മതിയേ. ഒരു 5.5 ഇഞ്ചാണ് നമ്മളിപ്പോൾ ആം ഹോളിന് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ ഭാഗം ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇനി 5 ഇഞ്ച് കൊടുത്താലും മതി. നമ്മളിപ്പോൾ 5.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അത് ഓരോ കുഞ്ഞുങ്ങളുടെ വലിപ്പ വ്യത്യാസം അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി നമ്മളൊരു 6 ഇഞ്ചാണ് ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നത്. 6 ഇഞ്ചാണ് നമ്മളുടെ ചെസ്റ്റിൻ്റെ കൊടുക്കുന്നത്. 2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ തന്നെ നമുക്ക് ഈ വേസ്റ്റ് അളവായിട്ടും കൊടുത്താൽ മതിയേ. കുഞ്ഞുങ്ങൾക്കായതുകൊണ്ട് പ്രത്യേകം അങ്ങനെ ഒന്നും ഷേപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിപ്പോൾ ഇവിടെ 6 ഇഞ്ച് കൊടുക്കുന്നു. 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്ത് ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഭാഗം ഇതുപോലെ നമ്മൾ വരച്ച് കൊടുക്കുന്നു. ഇനി നമുക്ക് നെക്കൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാവേ. നമ്മളിപ്പോൾ ഒരു 2.5 ഇഞ്ചാണ് നെക്കിന് വിട്ട് കൊടുക്കുന്നത്. 2 ഇഞ്ച് കൊടുത്താലും മതിയേ. നമ്മളിപ്പോൾ ഒരു 2.5 ഇഞ്ച് ഒരല്പം നമുക്ക് വിട്ട് കൂട്ടി വൈഡായിട്ട് കിട്ടാൻ വേണ്ടിയാണ് 2.5 കൊടുത്തത്. 2 കൊടുത്താൽ മതിയേ നോർമലേ. അതിനുശേഷം നമുക്ക് ലെങ്തും 4.5 ഒക്കെ കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഒരു 5 ഇഞ്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഒരല്പം കൂടിപ്പോയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടൊരു 4 ഇഞ്ച് ലെങ്ത് കൊടുത്താൽ മതിയേ. 1 ഇഞ്ച് കുറച്ച് കൊടുത്താൽ മതി നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴേ. അതുപോലെ തന്നെ 2.5 ഇഞ്ചാണ് നമ്മളിവിടെയും വിട്ട് കൊടുത്തിരിക്കുന്നത്. അത് 2 ഇഞ്ചാണേലും മതിയേ. എന്നിട്ട് ആ രീതിയിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗമെല്ലാം നമ്മൾ ഇതുപോലെ ബോക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആക്കി എടുത്തതിന് ശേഷം നമ്മളിവിടെ ഒരു 1/2 ഇഞ്ച് ഡൗൺവേർഡ് കൊടുക്കുന്നു. എന്നിട്ട് ആ ഒരു ഭാഗത്ത് സ്ലാൻഡ് ലൈൻ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആം ഹോളിന് ഈ ഭാഗത്ത് കറക്റ്റ് സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ ഷേപ്പ് ചെയ്തങ്ങ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ബോട്ടം ഭാഗത്തൊന്ന് ഷേപ്പ് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം, ഓപ്ഷണലാണ്. നമ്മളിപ്പോൾ ഒരു 1.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് 1.5 2 ഇഞ്ചൊക്കെ കൊടുത്ത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാവേ. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മളിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളിത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് അങ്ങ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്ത് റൗണ്ടാണ് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ നമ്മൾ നമ്മുടെ നെക്കിന് കൊടുക്കുന്നത്. ഇനി എങ്ങനെയാണോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്കൊരു 5 വയസ്സ് വരെ മുതൽ ഒരു 6-6.5 വയസ്സ് വരെയുള്ള ബേബികളിന് യൂസ് ചെയ്യാവുന്ന ഒരു അളവാണ് ഈ അളവ്. നമ്മൾ അല്പം സീം അലവൻസൊക്കെ കൂട്ടിയിടുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അതേത് കുറച്ചുകൂടെയൊക്കെ അങ്ങോട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനി ഇതിനെ ഇങ്ങനെ കറക്റ്റായിട്ട് മടക്കി കൊടുത്ത് നമ്മൾ ടാപ്പ് ചെയ്തെടുത്ത് ഈ ഒരു ഭാഗം ഇങ്ങനെ നമ്മൾ ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല നീറ്റായിട്ട് ഒരേ അളവ് നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നല്ല നീറ്റായിട്ടായിരിക്കണം നമ്മൾ മടക്കി കൊടുക്കുന്നത്. ഇനി നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്യാനായിട്ടാണ് ഒരു അല്പവും കൂടെ വിട്ട് കൂട്ടിയിട്ടാണ് നമ്മൾ മടക്കി കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ ബാക്കാണ് ഓപ്പൺ കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിരുന്നത് ഫ്രണ്ട് പോർഷനാണ്.
അപ്പം നമ്മൾ ഇനിയും കട്ട് ചെയ്യാൻ പോകുന്നത് ബാക്ക് പോർഷനാണ്. ബാക്ക് പോർഷൻ ഒരു അല്പം കൂടെ നമ്മൾ ഇങ്ങനെ വിട്ട് കൂട്ടിയിട്ടിട്ടുണ്ട്. അത് നമ്മളിത് ഇതുപോലെ 1/4 ഇഞ്ച് നമ്മളുടെ ഈ ക്ലോസ് ആയിട്ട് ഉള്ള സൈഡിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അത് നമ്മൾ ഹുക്കും ഹോളും വെച്ച് കൊടുക്കാനായിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ബാക്ക് ഓപ്പൺ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി നമ്മുടെ ഫ്രണ്ട് പോർഷൻ എടുത്ത് വെച്ച് നമ്മളിങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ പോയിന്റിലേക്കായിരിക്കണം നമ്മളിതുപോലെ വെച്ച് കൊടുക്കേണ്ടത്. ആ കാര്യമാണ് നമ്മളിവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മുടെ ഫ്രണ്ട് പോർഷനെക്കാട്ടി ഒരു അല്പം വിട്ട് കൂടുതലായിരിക്കണം ഇരിക്കുന്നത്. ബാക്കി എല്ലാ അളവുകളും നമ്മളിതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്ത് എങ്ങനെയാണോ നമ്മുടെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് ബാക്ക് പോർഷനും എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. എല്ലാ വീഡിയോസും നമ്മൾ ഏതൊരാൾക്കും സ്വന്തമായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ബാക്ക് പോർഷൻ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ബാക്ക് പോർഷന് നമ്മളിവിടെ നിന്നൊരു 2.5 ഇഞ്ചാണ് നെക്കിന് വിട്ട് കൊടുത്തിരിക്കുന്നത്. ലെങ്ത് കൊടുക്കുന്നത് നമുക്ക് ആവശ്യത്തിന് എത്രയാണോ കൊടുക്കുക. നമ്മളിങ്ങനെ ചെരിച്ച് വെച്ച് ഒരു 7 ഇഞ്ചാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് ആ പോയിൻറ്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നത്. നമ്മളൊരു വീനെക്കാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ ആ സെൻറ്ററിൽ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് ഒരു ഓവൽ ഷേപ്പ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിന് കാരണം നമുക്ക് നല്ല രീതിയിൽ കിട്ടാനാണ്. ഈ ബാക്ക് പോർഷനിൽ നമ്മൾ ഈ ഫ്രണ്ട് പോർഷൻ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്തിട്ട് ബാക്ക് പോർഷനിൽ നമ്മളൊരു ഷേപ്പ് കൊടുക്കുന്നുണ്ട്. അത് നമ്മളൊരു 2 ഇഞ്ചോളം ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ ഇങ്ങനെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാവേ. ഇത് നമുക്ക് ഫ്രണ്ട് പോർഷനിലോ ബാക്ക് പോർഷനിലോ കൊടുക്കാം. നമ്മളിപ്പം ബാക്ക് പോർഷനിലാണ് ആ ഷേപ്പ് കൊടുക്കുന്നത്. ഫ്രണ്ട് പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് അങ്ങ് ചെയ്യുന്നത്. ഇനി നമ്മളിതുപോലെ ടാപ്പ് ചെയ്ത് നല്ല നീറ്റായിട്ട് ഇപ്പുറത്തെ സൈഡിലേക്കും ഇതുപോലെ നമ്മൾ ട്രേസ് ചെയ്തെടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു കറക്റ്റ് അളവിൽ നമ്മളുടെ മെയിൻ ക്ലോത്തിനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതേ രീതിയിൽ ഇതേ കറക്റ്റ് അളവിൽ നമ്മൾ ഇതുപോലിപ്പം കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്ത് നന്നായിട്ട് അയൺ ചെയ്ത് നല്ല നീറ്റാക്കിയാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ എപ്പോഴും ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അയൺ ചെയ്ത് എടുക്കണേ. അതിന് നല്ല ഇമ്പോർട്ടൻ്റ് ഉണ്ട്. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫിനിഷിങ് കിട്ടത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ എടുത്ത് ഇനി നമ്മളുടെ ഈ ലൈനിങ് ക്ലോത്തിൻ്റെ ഷോൾഡർ തമ്മിലും മെയിൻ ക്ലോത്തിൻ്റെ ഷോൾഡർ തമ്മിൽ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഇൻവിസിബിളായിട്ട് ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മൾ നെക്കും നമ്മുടെ സ്ലീവിൻ്റെ ഭാഗവും എല്ലാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. നെക്ക് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഈ ഭാഗത്തെല്ലാം നമ്മുടെ ത്രെഡിൽ കട്ട് വീഴാത്ത രീതിയിൽ സ്മോൾ കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം ഉള്ളിൽ പോയി നമുക്ക് സ്റ്റിച്ചിങ് ഒട്ടും പുറത്ത് കാണാത്ത രീതിയിൽ ഈ സ്ലീവിൻ്റെ ഭാഗമൊക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. 2 വശവും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എല്ലാം എടുത്ത് നമ്മൾ ഡബിൾ സ്റ്റിച്ചൊക്കെ ഇട്ട് കൊടുത്തോണം. എന്നിട്ട് നല്ല നീറ്റായിട്ട് ഇതുപോലെ എടുത്ത് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നു. ഇനി ബാക്ക് പോർഷൻ ഓപ്പൺ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ബാക്ക് പോർഷൻ്റെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ ആ കറക്റ്റ് സെൻറ്ററിലൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ എടുത്തതിന് ശേഷം ഈ ഒരു സൈഡിൽ കൂടി നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഭാഗത്തിലൂടെ ഇങ്ങനെ കൊടുത്ത് നമ്മളിതിൻ്റെ നല്ല വശം പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരല്പം നമ്മൾ കാണുന്നത് പോലെയല്ല. നമ്മളിത് പിടിച്ചൊക്കെ നല്ല നീറ്റായിട്ട്, അതായത് ആ ഷോൾഡറിൻ്റെ ആ ഭാഗത്തെ ഹോളിൽ കൂടി നമുക്ക് നമ്മുടെ ക്ലോത്തിനെ തിരിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മളിങ്ങനെ ഈ ഒരു ഭാഗത്തൂടെ നല്ല നീറ്റായിട്ട് ഇട്ട് കൊടുത്ത് ഇങ്ങനെ തിരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു സൈഡിൽ പിടിച്ച് നമ്മളിതുപോലെ വലിച്ചെടുത്ത് ഒരു ഭാഗം ഇങ്ങനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്ന് ഇവിടെ വെച്ചതിന് ശേഷം അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഇപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ നമ്മൾ ഏത് വശത്തേക്കാണോ വലിച്ച് വെച്ചിരിക്കുന്നത് അതേ വശത്തേക്ക് തന്നെ നമ്മളുടെ അടുത്ത ഭാഗവും ഇതുപോലെ നമ്മളിങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ നമ്മൾ ഈ ഒരു ഭാഗവും ഇങ്ങനെ കൊണ്ടുവന്ന് ഇനി നമ്മൾ 2 ഭാഗത്തൂടെ പിടിച്ച് ഇതുപോലെ നമ്മൾ ഇങ്ങനെ വലിച്ച് തിരിച്ച് പുറത്തേക്കാക്കി എടുക്കണം. അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ നമ്മളുടെ സ്ലീവിൻ്റെ ഭാഗത്തൊന്നും സ്റ്റിച്ചിങ് പുറത്ത് കാണാത്ത രീതിയിലും നെക്കിൻ്റെ ഭാഗത്തൊന്നും കാണാത്ത രീതിയിൽ നമുക്ക് ഇതുപോലെ കിട്ടും. എന്നിട്ട് നന്നായിട്ട് നമ്മൾ അയൺ ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് ഇനി വിസിബിളായിട്ടുള്ള ഷോൾഡർ ഭാഗവും നമ്മളുടെ നെക്കിൻ്റെ ഭാഗവും ഒക്കെ കിട്ടുമേ. ഇനി നമ്മൾ സാരി ബ്ലൗസിനൊക്കെ കൊടുക്കുന്നത് പോലെ തന്നെ സ്ട്രിപ്പ് എടുത്ത് നമ്മൾ ഇങ്ങനെ റോങ് സൈഡിലേക്ക് നല്ല വശം വെച്ച് കൊടുത്താണ് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കാനായിട്ടുള്ള സ്ട്രിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ സ്ട്രിപ്പിന് നമ്മൾ ഒരു 2.5 ഇഞ്ച് 3 ഇഞ്ചോളം വിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാലൻസ് നമ്മളൊരല്പം നീട്ടിയിട്ട് കൊടുത്ത്
നമ്മൾ ഈ ഭാഗം ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മളിതുപോലെ വെച്ച് നമുക്ക് വി ഷേപ്പിൽ വേണമെങ്കിലും കൊടുക്കാം. ഇനി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് ഹോള് പുഴു പോലെ ഉണ്ടാക്കി ഇട്ട് കൊടുക്കുകയില്ലേ, അങ്ങനെ ഇട്ട് കൊടുത്താലും മതിയേ. ഒന്നെങ്കിൽ നമുക്ക് ഈ വി ഷേപ്പിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. കുഞ്ഞുങ്ങളുടെയൊക്കെ ബ്ലൗസ് ആയതുകൊണ്ട് ഈ പുഴു പോലെ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നീറ്റ്. ഞാനിങ്ങനെ ആദ്യമേ ഹോൾ ഇട്ടതിന് ശേഷം പിന്നെ അവിടെ ക്ലോസ് ചെയ്ത് അടിച്ച് പുഴു ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീടാണ് ഓർത്തത് പുഴു ഇട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഹുക്ക് അവിടെ ഇരിക്കാനായിട്ട് കുറച്ചുകൂടെ കംഫർട്ടായിട്ട് നല്ലതാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ നല്ല നീറ്റായിട്ട് ചെയ്ത് കൊടുത്ത് ഇവിടെ നമ്മൾ ഈ വലത്ത് വശത്തതിന് നമ്മൾ സ്ട്രിപ്പ് ഇട്ട് നന്നായിട്ട് നമ്മൾ ഐ വെച്ച് കൊടുക്കാനുള്ളതും അവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ സ്ട്രിപ്പ് വെച്ച് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നു. നമ്മൾ ഈ ഒരു എല്ലാ ഭാഗവും ഇതുപോലെ ചെയ്തെടുത്ത് നമ്മളിപ്പം ഐയും പിടിപ്പിച്ചു ഹോളിനുള്ള ആ ഒരു നമ്മൾ ത്രെഡ് കൊണ്ടുള്ളതും പിടിപ്പിച്ച് നന്നായിട്ട് തയ്യൽ തുമ്പും എല്ലാം ഇട്ട് നമ്മൾ ഈ ഒരു ഭാഗം എല്ലാം ഹാൻഡ് സ്റ്റിച്ചും ചെയ്ത് നല്ല നീറ്റായിട്ട് ഇതുപോലെ എടുത്തിരിക്കുകയാണ്. നല്ല വൃത്തിക്ക് നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു 5 വയസ്സ് വരെയുള്ള 5 മുതൽ 6 വയസ്സ് വരെയുള്ള ബേബികളിന് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്കൊരു നമ്മളുടെ സ്ട്രിപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു 4.5 ഇഞ്ച് 5 ഇഞ്ചോളമൊക്കെ നമുക്ക് വേണമെങ്കിലും എടുത്തെടുക്കാവേ. അങ്ങനെ വെച്ച് കൊടുത്ത് ഇതുപോലെ മടക്കി കൊടുത്ത് നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ മടക്കി കൊടുക്കുന്നത് നല്ല നീറ്റായിട്ടായിരിക്കണം നമ്മൾ മടക്കി കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഇവിടെയൊക്കെ ഷേപ്പ് ചെയ്യുന്ന നമുക്കിഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാവേ. നമ്മളിപ്പോൾ ഇതുപോലെ ഒരു ഓവൽ ഷേപ്പ് പോലെ ഇങ്ങനെ വരുന്ന രീതിയിലാണ് കൊടുത്ത് ആ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നിടത്ത് നന്നായിട്ട് വിഡ്ത്ത് കുറച്ച് നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് നമ്മൾ ഇതിൻ്റെ ലെങ്ത്തൊക്കെ നമുക്ക് ആവശ്യത്തിന് എത്ര വേണമെങ്കിലും എടുക്കാവേ, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൊടുക്കാം. നമ്മൾ ഈ ഒരു ഓവൽ ഷേപ്പ് വരുന്നുണ്ട്, ആ ഷേപ്പ് അനുസരിച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അടുത്ത പീസ് ഇതുപോലെ തന്നെ നമ്മൾ അപ്പുറം എത്രയാണോ വിഡ്ത്ത് കൊടുത്തിരിക്കുന്നത് അത് തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് തുടങ്ങുക. ആ ഒരു ഭാഗത്ത് അത്യാവശ്യം നമുക്ക് വേണ്ട വിഡ്ത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ എല്ലാം നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ നമുക്ക് നല്ല നീറ്റായിട്ട് കൊണ്ടുവന്ന് നമ്മൾ ഈ ഒരു ഓവൽ ഷേപ്പ് വരുന്നത് അതുപോലെ തന്നെ നന്നായിട്ട് നമ്മൾ പിടിച്ചു കൊടുത്ത് ആ ഷേപ്പിൽ ഇങ്ങനെ ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ കിട്ടി. ഇനി നമ്മൾ ഈ ഒരു ഓവൽ ഷേപ്പുള്ള ഭാഗത്തുകൊണ്ട് ഇങ്ങനെ നമ്മളൊരു നീഡിൽ ഉപയോഗിച്ച് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിതുപോലെ ഇപ്പം നമ്മളിങ്ങനെ നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ഒന്ന് അയൺ ചെയ്ത് നല്ല നീറ്റായിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മളിപ്പോൾ അയൺ ചെയ്ത് നല്ല നീറ്റായിട്ട് നല്ല വൃത്തിക്ക് ഒരേ ഷേപ്പിൽ നമുക്കിങ്ങനെ ലഭിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ 2 സൈഡിലേക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഇപ്പം ഇങ്ങനെ നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇതിനെയൊക്കെ ഒന്നെങ്കിൽ കെട്ടി വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ച് ഈ ഒരു ഭാഗത്തൊക്കെ പിൻ കുത്തി കൊടുത്ത് നമുക്കിങ്ങനെ ഷേപ്പിൽ കുഞ്ഞുങ്ങളുടെ ദേഹത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഷേപ്പിലാക്കി കൊടുത്ത് പിൻ കുത്തി കൊടുത്താൽ മതി. അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇരുന്നോളുവേ. ആ രീതിയിലാണ് നമ്മളിപ്പോൾ ഇതെല്ലാം ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ ഷോൾഡർ ഭാഗത്ത് ബോ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് നമുക്കൊരു 4.5 ഇഞ്ച് വിഡ്ത്താണ് വേണ്ടത്. അതുപോലെ തന്നെ ലെങ്ത് നമ്മളൊരു 15 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. നമ്മളിതിപ്പോൾ ഒരു ബോയുടെയാണ് അളവ് കാണിക്കുന്നത്. ഇതുപോലത്തെ 2 പീസ് സെയിം അളവിൽ എടുത്തോണേ. എന്നിട്ട് നമ്മളിതിനെ മടക്കി കൊടുത്ത് ഇങ്ങനെ മടക്കി നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ 4 സൈഡും നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എല്ലാം ഡബിൾ സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുത്തോണേ. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നമുക്കൊരു ഇൻസ്റ്റയും ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്, അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ നമ്മളുടെ ചാനലിൽ നമ്മൾ ഇടാറുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് ഈ ഒരു കോർണറുകളെല്ലാം സീം അലവൻസ് ഇങ്ങനെ കൂടുതൽ നിൽപ്പുണ്ടെങ്കിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയണം. അതുപോലെ തന്നെ ത്രെഡിൽ കട്ട് വീഴാൻ പാടില്ല. അതൊക്കെ നമ്മൾ നന്നായിട്ട് സൂക്ഷിച്ച് വേണം ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് നമ്മളിതിനെ ഇങ്ങനെ നിവർത്തി കൊടുത്തതിന് ശേഷം ഒരു പീസ് എടുത്ത് ഏതെങ്കിലും ഒരു വശം എടുത്ത് ഒരല്പം നമ്മളിവിടെ ഹോളിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ചെറിയ ഹോള് മതിയേ. എന്നിട്ട് ആ ഹോളിലൂടെ നമ്മളിതിനെ ഇങ്ങനെ തിരിച്ച് പുറത്തേക്ക് എടുത്ത് നല്ല വശം പുറത്ത് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ഒരുപാട് വലിയ ഹോൾ ഇടരുത്, ചെറിയ ഹോൾ ഇട്ടിട്ട് അതിനുള്ളിലൂടെ തന്നെ നമ്മളിങ്ങനെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണേ. അപ്പം നമുക്കൊരു അല്പം സമയം എടുക്കും, പക്ഷേ നല്ല നീറ്റായിട്ട് കിട്ടും അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പം.
എന്നിട്ട് നമ്മൾ ഈ കോർണറൊക്കെ ഒരു നീഡിൽ ഉപയോഗിച്ച് നല്ല നീറ്റായിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഹോളായിട്ടുള്ള ഭാഗം, ആ ഒരു ഭാഗം മാത്രം എടുത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുത്തേക്കണേ. അപ്പം നന്നായിട്ട് നമ്മളവിടെ നല്ല ഫിറ്റായിട്ടിരിക്കും. ഇനി നമ്മൾ ഇതിനെ ഇങ്ങനെ നിവർത്തുക. എന്നിട്ട് നല്ല വശം ഈ ഒരു സൈഡ് പുറത്ത് വരുന്ന രീതിയിൽ വെക്കുക. കറക്റ്റ് നമ്മൾ ഇതിനെ മടക്കി കൊടുത്ത് നമ്മൾ ആ ഒരു ഭാഗത്തൊന്ന് നമ്മൾ മാർക്കൂടെ ചെയ്ത് ഇതുപോലെ കൊടുത്തു വെച്ചാൽ മതി. അപ്പോൾ എന്നിട്ട് നമ്മളൊരു സൂചി നൂല് ഉപയോഗിച്ച് വളരെ ചെറുതായിട്ട് കുനുകുനാന്ന് നമ്മൾ ഇതുപോലെ ഇങ്ങനെ സൂചി കുത്തി ഇറക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നല്ലൊരു ഷേപ്പ് അവിടെ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇതുപോലെ ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ത്രെഡ് ഉപയോഗിച്ച് തന്നെ നമ്മളുടെ ഈ ഒരു ഭാഗത്ത് നന്നായിട്ട് നമ്മളങ്ങ് ടൈറ്റാക്കി, നമുക്ക് എത്ര കംഫർട്ടാകുന്നോ അത്രയും വരെ നമ്മൾ ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് സൂചി കുത്തി 1-2 പ്രാവശ്യമൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ബോ ഇവിടെ വെക്കുക. എന്നിട്ട് സെയിം കളറുള്ള ഒരു ബട്ടൺ ഉപയോഗിച്ച് നമ്മളവിടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ബട്ടൺസും ഇവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. നമ്മളിതുപോലെ ഈ ബട്ടൺ ഇവിടെ അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ എടുത്തിരിക്കുകയാണ്. ഇപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് ഈ ബോ കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിക്ക് നമുക്കിവിടെ ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഷോൾഡർ ഭാഗത്തിലേക്കും നമ്മളുടെ ഈ ഒരു ബോയെ ഇങ്ങനെ അത് നമ്മൾ ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അപ്പം നല്ല വൃത്തിക്ക് നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു 5 വയസ്സ് മുതൽ ഒരു 6.5 വയസ്സ് വരെ 6-6.5 വയസ്സ് വരെയുള്ള ബേബി ഗേളിന് യൂസ് ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. ഇതിൻ്റെ പട്ടുപാവാട നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട്